ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് നയനയോട് പറയുകയാണ് കേട്ടോ, നീ വൈകിട്ട് റെഡി ആയിട്ട് നിൽക്കുക, നമുക്ക് പുറത്തൊക്കെ പോകാമെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അതൊക്കെ പോവാം, പക്ഷേ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും, അത് നോക്കിക്കോണമെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ അറിയാണ്ട് പോവാം, നീ എന്തായാലും റെഡി ആയിക്കോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ നന്ദു ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ്. അമ്മ തിരിച്ച് വീട്ടിൽ വന്നതുകൊണ്ട് കല്യാണം വരെ നന്ദു ഇവിടെ നിൽക്കാം എന്ന് ഓർത്ത് വന്നതെന്ന് പറയുവാണ് കേട്ടോ ജാനകിയോട്. അപ്പം ജാനകിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ജാനകി പറയുവാണ്, മോളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു, എത്രയാണേലും എൻ്റെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ മോള്, പിന്നെ നയനമോളുടെ അനിയത്തിയും, മോളെപ്പറ്റി എപ്പോഴും നയനമോൾ പറയാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് അത്യാവശ്യം കുംഫും കരോട്ടയൊക്കെ അറിയാവുന്നതുകൊണ്ട് എവിടെ എന്താ നീതി കണ്ടാലും അപ്പം കയറി പ്രതികരിക്കും എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വേണം, പെൺകുട്ടികളായി കഴിഞ്ഞാൽ മോള് അല്ലേ അനി കരോട്ട പഠിപ്പിച്ചത്, എന്തായാലും അവനും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നവ്യനെ കാണാൻ വേണ്ടിയിട്ട് നന്ദു മുകളിലത്തെ ഫ്ലോറിൽ ചെല്ലുവാണ് കേട്ടോ. നവ്യനെ കാണുമ്പോഴേക്കും കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് ഇവക്ക് എന്തോ മാറ്റമുണ്ട്, നിൻ്റെ മനസ്സിലിനി ഏതെങ്കിലും ചെറുക്കന്മാർ കയറി കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന നയനയും നന്ദു ആകെ ഒന്ന് പരുങ്ങുവാണ്. എന്നിട്ട് പറയുകയാണ് ചെറുക്കന്മാരൊക്കെ കയറി കൂടിയാലേ ഈ സമയത്ത് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് ഞങ്ങളുടെ ഒന്നും ഈ പ്രായത്തിൽ മനസ്സിലങ്ങനെ ആരും വന്നിട്ടില്ല, ചേച്ചിക്ക് മാത്രമേ അങ്ങനെ വലിയ വീട്ടിൽ നിന്ന് കെട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് എന്താണേലും എൻ്റെ ഹസ്ബൻഡ് ഒരു വേസ്റ്റാണ്, പക്ഷേ ആദർശേട്ടനോട് പറഞ്ഞാൽ ആരാണേലും സമ്മതിക്കും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുക എന്തേലും ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് തുറന്നു പറ, എന്താ നിനക്ക് ഈ മാറ്റം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നന്ദുവിനാകെ ഇറിറ്റേറ്റ് ആവുകയാണ് കേട്ടോ. എപ്പോഴും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ എല്ലാവർക്കും എന്നൊക്കെ ചോദിച്ച് നന്ദു അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ നവ്യ നയനോട് പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും നയന പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവല്ലേ, അത് നടക്കട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് അവളുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചറിഞ്ഞ് ചെയ്യാമെന്ന് പറയുവാണ് കേട്ടോ. പിന്നെ അനി വീട്ടിൽ വരുമ്പോഴത്തേക്കും ജാനകി പറയുകയാണ് എടാ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ട്, നന്ദു വന്നിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ആ കൊച്ചിനും എന്തോ ഭയങ്കര വിഷമമാണ്, എന്തായാലും രണ്ടുപേരും പരസ്പരം വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് കല്യാണത്തിന് റെഡി ആവാൻ നോക്ക്, നിനക്കും ഇപ്പം വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടാണല്ലോ ഈ കല്യാണത്തിന് റെഡി ആവുന്നേ, എല്ലാം പറഞ്ഞ് സംസാരിച്ച് നിനക്കൊരാശ്വാസം ആവുകയാണെങ്കിൽ അതാവട്ടെ എന്ന് അമ്മയെ ഓർത്തു എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അനി ഓടി ചെന്ന് നന്ദുവിനെ കാണുവാണ്. എന്നിട്ട് പറയുകയാണ് നീ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നന്ദുവിനോട് പറയുന്നുണ്ട് ഞാനിപ്പം ഓക്കെ ആയി വരുവാന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് അനിയിപ്പോൾ ഹാപ്പി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയാം ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കള്ളമൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് ഓർത്ത ഒരാളല്ല അനാമിക, അത് നീയായിരുന്നു, നിന്നെ സ്നേഹിച്ച അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പിന്നെ അതിൽ നിനക്കും ഒരു പങ്കുണ്ട്, നിൻ്റെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ ഇഷ്ടത്തിലാണെന്നല്ലേ ഓർത്തിരുന്നത്, ഞാനും അങ്ങനെ കരുതിപ്പോയി എന്നൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മാറാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, മറക്കാനും പിന്നെ സമയം വേണം എന്നൊക്കെ പറയുവാണ് ഇനി. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമമാവുന്നുണ്ടെങ്കിലും നന്ദു ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ നന്ദു പറയുന്നുണ്ട് ഒരിക്കലും നീയും അനാമികയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവരുത്, അതിന് കാരണക്കാരി ഞാനാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്, എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പം ഇനി പറയുകയാണ് ശരി ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എൻ്റെ കല്യാണത്തിന് ഒരുങ്ങാൻ ഞാൻ വേറെ ആരെയും വിളിച്ചിട്ടില്ല, നീയും ഫ്രണ്ട്സും വേണം ഒരുക്കാൻ, അതേലും ചെയ്തു തരണം എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ രാത്രിയിൽ ആദർശം നയനയും പുറത്തു പോകാൻ വേണ്ടിയിട്ട് ബൈക്കൊക്കെ എടുക്കുവാണ്. അപ്പോൾ ആദ്യം ബൈക്കിൽ കയറുന്ന നയനോട് ആദർശം പറയുന്നുണ്ട് മറ്റേ ഡ്രസ്സായിരുന്നു നല്ലത്, നീ താഴോട്ടൊന്ന് ഇറങ്ങി ഗേറ്റ് തുറന്നിട്ട് വെളിയിൽ ചെന്നിട്ട് സ്റ്റാർട്ടാക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ എഴുന്നേക്കും എന്ന് പറയുവാണ് കേട്ടോ. പിന്നെ നമ്മൾ നന്ദു അനിയും മുറി കിടക്കുകയാണ് കേട്ടോ അവരവരുടെ. നന്ദു ആണെങ്കിൽ എന്തുകൊണ്ട് അനിയനെ മറക്കാൻ പറ്റാത്ത, സ്വന്തം ചേച്ചിമാരുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ അറിയാമായിട്ടും എന്തുകൊണ്ടാണ് നിനക്ക് അവൻ്റെ മുമ്പിൽ ആക്ട് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും മാറിയേ പറ്റുള്ളൂ, അവരുടെ ജീവിതം തകർക്കാൻ പറ്റത്തില്ല എന്നോർത്ത് നന്ദു ഇങ്ങനെ എഴുന്നേറ്റ് ഉറക്കമില്ലാതിരിക്കുവാണ്. അതേസമയത്ത് അനിയാണെങ്കിൽ എന്തുകൊണ്ട് അനാമികേനെ സ്നേഹിക്കാൻ പറ്റാത്തതെന്നും ഇപ്പോഴും നന്ദു എന്താ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും പോകാത്തതെന്നോർത്ത് സങ്കടപ്പെട്ട് കിടക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ആദർശം ഒരു സ്ഥലത്തുകൊണ്ട് ബൈക്ക് നിർത്തിയിട്ട് പറയാണ് ദേ ഈ പൂക്കട അടച്ചിട്ടില്ല, ഇവിടെ നിന്ന് കുറച്ച് മുല്ലപ്പൂ മേടിക്കാം, ഓണമൊക്കെ ആയതുകൊണ്ട് വൈകി അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ കടയിൽ ചെന്ന് എനിക്ക് വേണ്ടി 2 മുഴം മുല്ലപ്പൂ ഓർഡർ ചെയ്യുവാണ് കേട്ടോ. ആ സമയത്ത് ജയനും ദേവയാനിയും പുറത്തു പോയിട്ട് നമ്മുടെ ആദർശിൻ്റെ ബൈക്കിൻ്റെ പുറകെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ജയൻ പറയുക ദേ നോക്കി അത് ആരാ എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ഇവരെ കാണുവാണ് കേട്ടോ. അത് കണ്ട് ദേവയാനി കലിതുള്ളി വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി വരുവാണ്.
ഇവർ മുല്ലപ്പൂ മേടിക്കുന്ന ആ കടയിൽ ചെന്നിട്ട് ഇവരുടെ തൊട്ടപ്പുറം നിന്നിട്ട് പറയാണ് 5 മുഴം മുല്ലപ്പൂ എന്ന്. അപ്പം ദേവയാനിയുടെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് ആദർശും നയനയും നോക്കുവാണ് കേട്ടോ. അപ്പോൾ കലി തുള്ളി ഇവരെ തിരിഞ്ഞു നോക്കിയൊന്ന് ദേവയാനിയെ കാണിക്കുവാണ്. അങ്ങനെ ദേവയാനിയെ കണ്ട് അന്തം വിട്ട് പേടിച്ച് നിൽക്കുന്ന ആദർശിനെയും നയനേനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.